മലപ്പുറത്ത് തിരക്കേറിയ റോഡിൽ അപകടകരമായ വിധത്തിൽ യുവാക്കളുടെ റീൽസ് ഷൂട്ട്. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ 5 കിലോമീറ്ററോളം ദൂരമാണ് 2 കാറുകളിലായി റീൽസ് ഷൂട്ട് ചെയ്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും പുറത്തേക്ക് തൂങ്ങി നിന്നായിരുന്നു ഷൂട്ടിംഗ്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. സമീർ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒക്കെ ഇടപെടൽ ഉറപ്പായും ഉണ്ടാകുമല്ലോ അല്ലേ? വിജയകുമാർ, മോട്ടോർ വാഹന വകുപ്പ് അടിയന്തരമായി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി 8:30 ഈ സംഭവം നടക്കുന്നത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിലാണ് 2 കാറുകൾ ചേർന്നുകൊണ്ട് ഈ റീൽസ് ചിത്രീകരണം നടത്തിയത് എന്നുള്ളതാണ്. KL 05 P3773 എന്ന നമ്പറിലുള്ള ഒരു കാറും അതോടൊപ്പം തന്നെ KL 84 B4837 എന്നീ 2 കാറുകളുമാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഈ റീൽസ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. ആദ്യം ഒരു കാറിൽ നിന്നും ആ വാഹനത്തിൽ ഉണ്ടായിരുന്നയാൾ പുറത്തേക്ക് തലയിട്ട് മൊബൈൽ ഫോണിലൂടെ പിറകെ വരുന്ന ഈ കാറിന്റെ ദൃശ്യമെടുത്ത് ചിത്രീകരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് സമാനമായ രീതിയിൽ മറ്റേ കാറിലുണ്ടായിരുന്ന യാത്രക്കാരും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുകയാണ്. വളരെ തിരക്കേറിയ, വളരെ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഈ ഒരു സമയത്താണ് അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു റീൽസ് ചിത്രീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുറത്തേക്കൊക്കെ തലയിട്ട് ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ടൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് അത്യന്തം അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇത് എവിടെയുള്ളവരാണ്, ആരാണ്? ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ കോഴിക്കോട് ജില്ലയിലെ മുക്കം സ്വദേശികളാണ് ഈ റീൽസ് ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. വിജയകുമാർ, എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിൽ 5 കിലോമീറ്റർ ദൂരം 2 കാറുകളിലായി സഞ്ചരിച്ച് റീൽസ് ഷൂട്ട് ചെയ്തു. അതിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ പുറത്തേക്ക് തൂങ്ങി നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. വലിയ അപകടകരമായ യാത്രയാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഇടപെടും എന്ന് കരുതാം. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.